ചെട്ടികുളങ്ങര ഫാമിലി ഹെൽത്ത് സെന്റർ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ബിജെപി ചെട്ടികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ മുൻപിൽ സമരം നടത്തി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി ചുമതലയേറ്റ് 3 മാസമായിട്ടും ചെട്ടികുളങ്ങര ഫാമിലി ഹെൽത്ത് സെന്റർ ഞായറാഴ്ചകളിൽ പ്രവർത്തനരഹിതമായത് അനാസ്ഥയുടെ ഉദാഹരണമാണെന്ന് ബിജെപി ചെട്ടികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. സ്ഥാപനം ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ചെട്ടികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ മുൻപിൽ സമരം നടത്തി. സാധാരണക്കാരുടെ ആശ്രയകേന്ദ്രമായ ചെട്ടികുളങ്ങരയിലെ ഫാമിലി ഹെൽത്ത് സെന്റർ ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മാസക്കാലമായി ഞായറാഴ്ചകളിൽ തുറക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. തൊട്ടപ്പുറത്ത് മൃഗാശുപത്രി തുറന്ന് ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സ കിട്ടാതെ പോകുന്നതുമായ ഒരവസ്ഥയാണ്. ഇത് പല പ്രാവശ്യം ഇതിൻ്റെ അധികാരികളെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇതുവരെ അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുകയോ അതിന് വേണ്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ചെട്ടികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ചെട്ടികുളങ്ങര മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ ചെട്ടികുളങ്ങര, മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹനക്കുറുപ്പ്, മണ്ഡലം സെക്രട്ടറി മഹേശ്വരി, ചെട്ടികുളങ്ങര കിഴക്ക് ഏരിയ പ്രസിഡന്റ് ശ്രീകുമാർ ചെമ്മാൻകുളങ്ങര, പടിഞ്ഞാറൻ ഏരിയ സെക്രട്ടറി പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു അനിൽ, ചന്ദ്രലേഖ, രാജേഷ് ഉണ്ണിച്ചേത്ത, സഞ്ജു, വിനോദിനി, ആകാശ് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇനിയും സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.